നമസ്കാരം, ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുമനു. നമ്മളിപ്പോൾ നിൽക്കുന്നത് MCFന്റെ മുന്നിലാണ്. ഇന്ന് ഇവിടെ പുതിയ MCFന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നമുക്ക് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം. നോക്കി വളരെ മനോഹരമാണല്ലോ, വളരെ നന്നായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ചെറിയ കാര്യമാണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി ആരോ പറഞ്ഞു ഒരു കോട്ട് അടുത്ത ജനുവരിയിൽ നിങ്ങൾക്ക് കോട്ട് തന്നേക്കാം എന്ന് പുള്ളി അപ്പോൾ തന്നെ ഉറപ്പ് നൽകുകയും ചെയ്തു. ഏതായാലും MLA അങ്കമാലിയുടെ മാലിന്യമുക്ത നവകേരളം അങ്കമാലി നഗരസഭ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ MCF അങ്കമാലി അയ്യായിപ്പാടത്ത് റോജി ജോൺ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയ്ക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് സാധ്യമാകുന്ന കാര്യങ്ങളും ലഭ്യമാക്കാൻ നഗരസഭാ ഭരണസമിതി ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചാണ്. അങ്കമാലി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ഇന്ന് മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് അങ്കമാലിയെ മാലിന്യമുക്തമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്നവർ ഇവരാണ്. അങ്കമാലിയിലെ ജൈവ അജൈവ മാലിന്യങ്ങളെല്ലാം സംസ്കരിച്ച് ഇവിടെ അജൈവ മാലിന്യങ്ങളായി പ്ലാസ്റ്റിക്, കുപ്പി, അതുപോലെ എല്ലാ സാധനങ്ങളും ശേഖരിച്ചുകൊണ്ട് തന്നെ വളരെ നിങ്ങൾക്ക് അകത്ത് കയറി നോക്കി അറിയാം, മാതൃകാപരമായ രീതിയിൽ മറ്റ് മുനിസിപ്പാലിറ്റികൾക്ക് പോലും ഞങ്ങളുടെ ഹരിതകർമ്മസേന മാതൃകയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് പുതിയ MCFന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ്. അതോടൊപ്പം അപ്പുറയും ഇപ്പുറയൊക്കെ കൂട്ടിച്ചേർത്ത് വിശാലമായി മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതിയാണ് നഗരസഭ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് സ്വാഗതം ആശംസിച്ചു. പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ 1,99 ലക്ഷം രൂപയ്ക്ക് ഗവൺമെന്റ് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ മാലിന്യ സംസ്കരണത്തിനാണ്. നമുക്കറിയാം, ഈ MCFൽ കൊള്ളുന്നില്ല മാലിന്യം. നമ്മുടെ അപ്പോഴത്തെ RRFൽ മാലിന്യം കൊള്ളാതെ പുറത്തു കിടക്കുമ്പോൾ അത് വന്ന് പടമെടുത്ത് പത്രത്തിൽ കൊടുത്ത് ചാനലുകളിൽ കൊടുത്ത് നഗരസഭയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ അളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സൗകര്യം അപര്യാപ്തമായിരുന്നു. വർഷങ്ങളായി വിൽക്കാൻ ശ്രമിച്ചിട്ടും വിൽക്കാതെയിരിക്കുന്ന സ്ഥലങ്ങൾ, വീടുകൾ, കടമുറികൾ, ഫ്ളാറ്റുകൾ, ഗോഡൌണുകൾ എന്നിവയുടെ പരസ്യങ്ങൾക്കും വിൽപ്പനയ്ക്കും വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.